ഇങ്ങോട്ട് നിക്ക്. വേഗം പറ, എവിടേക്കാ പോവാ? എവിടെ പോകാൻ? നീ എന്തേ പറയണേ? രാവിലെ നിങ്ങളോട് ഞാൻ സെക്കൻഡ് ഹണിമൂൺ പോണെന്ന് പറഞ്ഞതല്ലേ? സെക്കൻഡ് ഹണിമൂണാ? നിനക്ക് എന്താ പ്രാന്തായ? ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഞാൻ എന്ത് പറഞ്ഞാലും യെസ് പറഞ്ഞ എന്റെ കൂടെ നിന്നോണെന്ന്. ശരിക്കും നിന്റെ പരിപാടി എന്താ? അത് പറ. ഒരു പരിപാടിയുമില്ല. തൽക്കാലം നമ്മൾ കറങ്ങാൻ പോകും. നമ്മൾ മാത്രം. അവിടെ ചെല്ലുമ്പോ ഇവിടുത്തെ മൊത്തം കുടുംബം അവിടെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹണിമൂൺ ആയിരിക്കില്ല, നിങ്ങളുടെ ലൈഫിലെ ലാസ്റ്റ് ട്രിപ്പ് ആയിരിക്കും. ശരി, നീ പറയുന്ന പോലെ നമ്മൾ കറങ്ങാൻ പോയി നോക്കി. എവിടെ പോവും, എങ്ങനെ പോവും, എപ്പോ പോവും? നമ്മൾ നാളെ പോവും. എവിടെ പോവെന്ന് ചോദിച്ചാ കുറച്ചു ദിവസം കറങ്ങാം. മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടട്ടെ. എന്നിട്ട് സമാധാനമായിട്ട് ഫ്യൂച്ചർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവല്ല. നിങ്ങൾ കൂടുതലൊന്നും മനസ്സിലാക്കണ്ട. നാളെ നമ്മൾ പോകുന്നു. അപ്പൊ ദേവോ? ആ ദേവുന്റെ കാര്യം ഞാൻ ആലോചിക്കട്ടെ. ഇടി, അവളും വരട്ടെ, അവൾക്ക് എൻജോയ് ചെയ്യാലോ. ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? നീ എന്തോന്ന് വെച്ചാ ആലോചിക്ക്. എന്നാ നിങ്ങൾ കഴിക്കാൻ വാ. ഞാൻ അവിടെ കുറച്ച് നമ്പറൊക്കെ ഇറക്കും, നിങ്ങൾ കൂടെ നിന്നോണം. അമ്മ, ഭക്ഷണം കഴിക്കാൻ സമയായില്ലേ? ഞാൻ എടുത്തു തരട്ടെ? ഞാൻ എടുത്തു കഴിച്ചോളാം. ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടി വന്നതാ. അമ്മ, എന്താടാ? കഴിക്കണ്ടേ? കഴിക്കാ. നീ എന്താ പറഞ്ഞ? ഈ പ്രകാശേട്ടന് ഒരേ നിർബന്ധം, കുറച്ചു ദിവസം എവിടേക്കെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ ഒന്ന്. അതിനെന്താ, നിങ്ങള് പോയിട്ട് വാ. നിങ്ങള് മൂന്നുപേരും കൂടെയാണോ പോണത്? അതെ അമ്മ. പക്ഷേ ഇവിടെ ഇത്രയും പ്രശ്നം നടക്കുമ്പോ ഞങ്ങൾ എങ്ങനെയാ? നിങ്ങൾ ട്രിപ്പൊക്കെ പോയിട്ട് വാ. ഇവിടെ എന്ത് പ്രശ്നം? നിങ്ങളെങ്കിലും സന്തോഷമായിട്ട് പോയി കറങ്ങിയിട്ടൊക്കെ വാ. ദേവു, മോൾ ഇവരുടെ കൂടെ പോകുന്നു അതോ അച്ഛമ്മയുടെയും മാളുവിന്റെയും അബിയുടെയും കൂടെ ഇവിടെ നിൽക്കുന്നു? ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നിനക്കപ്പോ ഞങ്ങളുടെ കൂടെ വരണ്ടേ? ഞാൻ ഇവിടെ നിന്നോളാമേ. അവൾ ഇവിടെ നിൽക്കുന്നെങ്കിൽ നിന്നോട്ടെ, നിനക്കെന്താ പ്രശ്നം? എന്നാ അമ്മ പറയും പോലെ അല്ലേ പ്രകാശേട്ടാ? ആ, നീ പറയുന്ന പോലെ അല്ല, അമ്മ പറയുന്ന പോലെ തന്നെ. എന്നാ അമ്മയേട്ടനും കഴിക്കുമ്പോ ദേവനും കൂടി കൊടുത്തേക്ക്, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. വാ പ്രകാശേട്ടാ. പ്രകാശേട്ടാ, നിങ്ങൾ എന്തീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ദേവുനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് നമ്മളെങ്ങനെ ട്രിപ്പ് പോണേ? എനിക്ക് എന്തോ പോലെ. അതിന് ദേവുനെ നമ്മളിവിടെ നിർത്തുന്നില്ലല്ലോ. നിർത്തുന്നില്ലേ? ഇല്ല, ദേവു നമ്മുടെ കൂടെ വരുമല്ലേ. ഇപ്പൊ നീ അമ്മേനോട് പറഞ്ഞത് ഇവിടെ നിർത്താണെന്നാണല്ലോ. അമ്മയോട് ഞാൻ അങ്ങനെ പലതും പറയും. എന്റെ അഞ്ചു, 2-3 ദിവസമായിട്ട് നീ പറയണ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, ഞാനൊരു നമ്പർ ഇറക്കും, കൂടെ നിന്നോണെന്ന്. നമ്പറാ? അന്ന് നീ നമ്പർ ഒന്നും ഇറക്കിയില്ലല്ലോ. ഇനി നമ്പർ ഇറക്കും, നിങ്ങൾ കണ്ടോ. അതിന്റെ ആദ്യ പടിയാണ് ഇന്നലെ ദേവുനെ ഇവിടെ നിർത്തുന്നു പറഞ്ഞത്. എടി, ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും പറയാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ കൂടുതലൊന്നും മനസ്സിലാക്കണ്ട, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. എടി, ഇതിനെന്ത് മധുരോ? എനിക്ക് മതി. പ്രകാശേട്ടാ, വൈകിട്ട് ഇറങ്ങണം, ലേറ്റ് ആക്കരുത്. ശരി. പിന്നെ ചിലപ്പോ 1-2 മണിക്കൂറിനുള്ളിൽ ഈ വീട്ടിലൊരു ബോംബ് പൊട്ടും.